ഇതിനകത്ത് NGO അസോസിയേഷൻകാരല്ലാതെ ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ ഇതിനകത്ത് കയറി നിന്നുകൊണ്ടാണ് ഇല്ലാതെ ജീവനക്കാരെ തടഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ ഓഫീസാണിത്. ഇത് ഞങ്ങൾക്ക് ഇതിനകത്ത് പ്രവേശിക്കാൻ ഇപ്പോൾ അവരുടെ പുറത്തുള്ളത് ഒരു 25 പേരിൽ താഴെയുള്ള ആളുകളാണ് ഈ വന്ന് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു തർക്കത്തിൻ്റെയും ഒരു പ്രതിഫലനം അല്ലത്. ഇത് അദ്ദേഹത്തിൻ്റെ കുബുദ്ധിയാണ്. നമസ്കാരം. NGO അസോസിയേഷനിൽ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞ് സംഘർഷം. തിരുവനന്തപുരത്താണ് ഈ ഒരു സംഭവം നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ചവറ ജയകുമാർ പ്രസിഡന്റ് ആയിരുന്നു. പിന്നീട് ഇപ്പോൾ AM ഷാജർ ഖാൻ ഇപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്നു. ഈ ഷാജർ ഖാൻ്റെ ഈ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹത്തെ തിരഞ്ഞെടുപ്പ് രീതി അസാധുവാണ് എന്നാണ് മറുവിഭാഗം ഇപ്പോൾ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും AM ഷാജർ ഖാനെ അനുകൂലിക്കുന്നവർ റോഡിന് പുറത്ത് നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതേസമയം NGO അസോസിയേഷൻ ഈ ബിൽഡിങ്ങിന് ഉള്ളിൽ AITUC CITU പ്രവർത്തകർ ഉണ്ട് എന്നും ഷാജർ ഖാൻ്റെ വിഭാഗം ആരോപിക്കുന്നുണ്ട്. എന്തായാലും ഈ ഉള്ളിൽ നിൽക്കുന്ന ഈ AITUC CITU വിഭാഗം ചവറ ജയകുമാറിനെ അനുകൂലിക്കുന്നവരാണ് എന്നും ഷാജർ ഖാനെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും നമുക്ക് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. AM ഷാജർ ഖാനെ അനുകൂലിക്കുന്നവർ റോഡിൽ ഇപ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് ജാഫർ ഖാനെ തിരഞ്ഞെടുത്തത് അസാധുവാണ് എന്നാണ് ഈ മറുപക്ഷം പറയുന്നത്. അല്ലാതെ നമുക്ക് ഈ സംഘടനയിൽ എല്ലാ വർഷവും സമ്മേളനം നടത്തിയിട്ട് ആ സമ്മേളനത്തിലാണ് സംസ്ഥാന കൗൺസിൽ യോഗം കൂടി അതിലാണ് പുതിയ ഭാരവാഹി എടുക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 24-25 തീയതിയിൽ അടൂർ വെച്ച സമ്മേളനത്തിൽ സംസ്ഥാന കൗൺസിൽ യോഗം കൂടിയില്ല. അവിടെ ആ കൗൺസിൽ KPCCയുടെ നേതാക്കന്മാരൊക്കെ ഇടപെട്ടിട്ട് പറഞ്ഞു പിന്നീട് ചില സമവായമുണ്ട്, അത് കഴിഞ്ഞിട്ട് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 സീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാന കൗൺസിൽ കൂടുന്നെന്ന് പറഞ്ഞ് 15 ദിവസത്തിന് മുമ്പ് ഈ സംസ്ഥാനത്തെ മുഴുവൻ കൗൺസിൽ അംഗങ്ങൾ നോട്ടീസ് വിതരണം ചെയ്ത് അവരത് ഒപ്പിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഇന്ന് രാവിലെ 10:30 മണിക്ക് എല്ലാവരും ഇന്നിവിടെ എത്തിച്ചേർന്നത്. ആ എത്തിച്ചേർന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ്. അപ്പോൾ KPCCയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ കടന്നു വരികയും ഇന്ന് തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ 2.5 വർഷമായിട്ട് NGO സംസ്ഥാന പ്രസിഡന്റ് ഇല്ല. സംസ്ഥാന പ്രസിഡന്റ് കാരണം തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുഭൂരിഭാഗം പ്രവർത്തകർ അതിൽ അസംതൃപ്തരാണ്. അവർ ആ വികാരം അവിടെ പ്രകടിപ്പിച്ചു. അപ്പോൾ ഈ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഭൂരിപക്ഷങ്ങളുടെ പിന്തുണയില്ല എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം ആ ഹാൾ വിട്ട് പുറത്തു പോവുകയായിരുന്നു. ഹാൾ വിട്ട് പുറത്തു പോവുകയായിരുന്നു. അങ്ങനെ സംസ്ഥാന കൗൺസിൽ യോഗം കൊല്ലം ജില്ലാ പ്രസിഡന്റാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ അധ്യക്ഷതയിലാണ് എന്തുകൂടിയത് സംസ്ഥാന കൗൺസിൽ. കാരണം സംഘടനയുടെ ബൈലാ പ്രകാരം സംസ്ഥാനത്ത് മുതിർന്ന ജില്ലാ പ്രസിഡന്റുമാരാണ് അതിൻ്റെ വരണാധികാരിയാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വരണാധികാരിയാവുകയും ശ്രീ AM ജാഫർ ഖാനെ പ്രസിഡന്റായി അംഗീകരിക്കുന്നവർ കൈപൊക്കാൻ പറഞ്ഞ് ഭൂരിപക്ഷം അംഗങ്ങളുടെ പിന്തുണയോട് കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കിയത്. അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കി അവിടെ അദ്ദേഹത്തിനെ ഷാൾ അണിയിച്ചുകൊണ്ട് ഞങ്ങൾ നാളെ നടക്കുന്ന ബഡ്ജറ്റിൽ സംസ്ഥാനത്തെ ജീവനക്കാർക്കും അധ്യാപകർക്കും 65,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ ഈ സർക്കാർ കൊടുക്കാനുണ്ട്. ആ ആനുകൂല്യങ്ങൾ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം അതായത് 100 കണക്കിന് വരുന്ന സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുടെ അകമ്പടിയോട് പോയാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. അതിനുശേഷം സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക്, അതായത് രാവിലെ നമ്മൾ ഇവിടുന്ന് പോയതാണ്. ഇവിടെ വന്നപ്പോൾ പോലീസ് ഞങ്ങളെ അകത്തേക്ക് കടത്തുന്നില്ല. അല്ല വേറെ ആർക്കും ഞങ്ങളെ തടയാൻ പറ്റില്ല. പോലീസ് സ്വാഭാവികമായിട്ട് ലാ ആൻഡ് ഓർഡർ വിഷയം ഉണ്ടെന്ന് പറഞ്ഞാണ് പോലീസ് പറഞ്ഞേക്കുന്നത്. അതെന്താണ് എന്നറിയാനും ഞങ്ങളെന്തായാലും ഇന്ന് എത്ര വൈകിയാലും ഈ ഓഫീസിൽ കയറാതെ പോകാൻ പറ്റത്തില്ല. ഇത് ഞങ്ങളുടെ ഓഫീസാണ്. ഈ ചവറ ജയകുമാർ എന്താണ് നിലപാട് അറിയിച്ചോ നിങ്ങളെ? അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് അല്ല, തെരഞ്ഞെടുത്തിട്ടില്ല. കഴിഞ്ഞ 2 വർഷമായി അദ്ദേഹം തെരഞ്ഞെടുത്തിട്ടില്ല. അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ ഭൂരിപക്ഷം അംഗങ്ങളുടെയും വികാരം, ആളുകൾ എഴുന്നേറ്റ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് മുഴുവൻ ആളുകളും കൈ ഉയർത്തി കാണിച്ചു. ആ ഹാളിലിരുന്ന ഭൂരിഭാഗം ആളുകളും സംസ്ഥാന കൗൺസിൽ യോഗം തെരഞ്ഞെടുപ്പ് നടത്തണം. ഞങ്ങളിപ്പോഴും പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുക. തെരഞ്ഞെടുത്ത് ഭൂരിപക്ഷത്തിന് ആർക്കാണോ പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നത് അവർ പ്രസിഡന്റ്. ഞങ്ങൾ അതിൽ ഈ സംസ്ഥാനത്തെ ഏതാൾ പ്രസിഡന്റായാലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ നിൽക്കുന്നവരും ഇനി 100 കണക്കിന് ആളുകളുടെ തിരുവനന്തപുരത്ത് എത്താനുണ്ട്. അവർ ഉൾപ്പെടെ തയ്യാറാണ്. ഇത്രയേ ഉള്ളൂ. ചവറ ജയകുമാർ ഒറ്റയ്ക്കാണ് ഇറങ്ങിപ്പോയത്? അദ്ദേഹത്തിന് കൂടെ 5-6 പേരുടെ എൻ്റെ കൂടെ പോയി. അദ്ദേഹത്തിൻ്റെ ഒരു 5-6 പേര് 10 പേർക്കകത്ത് മൊത്തത്തിൽ പോയിട്ടുണ്ട്. പിന്തുണയ്ക്കുന്ന ഒരു 10 പേര് പോയിട്ടുണ്ട്. എന്താണ് ഇപ്പോൾ ഉള്ളിൽ കയറ്റാണ്ടിരിക്കാനുള്ള കാരണം? എന്തോ ലോ ആൻഡ് ഓർഡർ വിഷയമുണ്ട്, അവിടെ ചെന്ന എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അത് സ്വാഭാവികമായിട്ട് പോലീസിൻ്റെ ഉള്ളിൽ ആരെങ്കിലും മറ്റാരെങ്കിലും ഇതിനകത്ത് NGO അസോസിയേഷൻകാരല്ലാതെ ചുമട്ട് തൊഴിലാളികൾ ഉൾപ്പെടെ ഇതിനകത്ത് കയറി നിന്നുകൊണ്ടാണ് ഈ
പിന്നെ ജീവനക്കാരുടെ വിയർപ്പിൻ്റെ അംശം കൊണ്ട് നിർമ്മിച്ച ഈ ഓഫീസിലേക്ക് കയറാതെ ജീവനക്കാരെ തടഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ തൊഴിലാളികളാണ്. ഇതിനകത്ത് ജീവനക്കാരായി 10-ൽ താഴെ ആളുകൾ മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ അകത്തേക്ക് പ്രവേശിപ്പിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് കടന്നു വന്നത്. NGO അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം നാളെ കേരളത്തിൽ ബജറ്റാണ്. ധനകാര്യമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിൽ 65,000 കോടി രൂപ ജീവനക്കാരൻ്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചത് ബജറ്റിൽ ഉൾപ്പെടുത്തി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനം സംസ്ഥാന പ്രസിഡന്റ് AM ജാഫർ ഖാൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ട് ഞങ്ങൾ ജാഥയായി ഓഫീസിലേക്ക് കടന്നു വരുമ്പോൾ പോലീസ് ഞങ്ങളെ വഴിയിൽ തടഞ്ഞിരിക്കുക. ഇപ്പോൾ സ്വാഭാവികമായും ഞങ്ങളുടെ ഓഫീസാണിത്. ഇത് ഞങ്ങൾക്കിതിനകത്ത് പ്രവേശിക്കാൻ NGO അസോസിയേഷനിൽ അംഗപ്പെടുത്ത ഏതൊരാളിനും ഇതിലേക്ക് പ്രവേശിക്കുവാൻ ആർക്കും തടയാൻ കഴിയാത്ത സാഹചര്യമാണ് ഞങ്ങളുടെ ബൈല അനുസരിച്ചുള്ളത്. അത് ബൈല ലംഘിച്ചുകൊണ്ട് ഞങ്ങളിവിടെ തടഞ്ഞിരിക്കുന്നു. പോലീസ് ഏകപക്ഷീയമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇതിനകത്ത് പ്രവേശിച്ചേ പോകൂ. ഞങ്ങളുടെ പ്രസിഡന്റ് ഇതിനകത്ത് പ്രവേശിപ്പിക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കൂട്ടായ്മ. നിങ്ങളുടെ നിലപാട്, അതായത് നിങ്ങൾ ഉള്ളിൽ പ്രവേശിക്കാതെ, ഞങ്ങൾ ഇതിനകത്ത് പ്രവേശിക്കാതെ ഞങ്ങൾ പോകില്ല. ഇത് പിന്നെ സംഘടനയിൽ ജനാധിപത്യം ഉണ്ടാകണം. കഴിഞ്ഞ 5.5 വർഷമായി ജനാധിപത്യം നഷ്ടപ്പെട്ടു. ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ജീവനക്കാരുടെ ഒട്ടനവധി ആവശ്യങ്ങൾ നിഷേധിക്കപ്പെട്ടു കൊണ്ടുപോകുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെ പോരാടേണ്ട സമയത്ത് അധികാരത്തിന് വേണ്ടി 5.5 വർഷക്കാലമായി ഈ സംഘടനയെ ചലിക്കാതെ സോഷ്യൽ മീഡിയയിൽ ഒരു സംഘടനയാക്കി മാറ്റി ഒരു പ്രസിഡന്റിനെ മാറ്റണമെന്ന ഭൂരിപക്ഷ തീരുമാനത്തെ മാനിക്കാതെ ഏകപക്ഷീയമായി ഇറങ്ങിപ്പോയിട്ട് ഇവിടെ വന്ന് ഈ ഓഫീസിൽ കുറച്ച് CITU INTUC ട്രേഡ് യൂണിയൻ തൊഴിലാളികളെ ഉപയോഗിച്ച് ഞങ്ങളെ തടയാമെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ പിരിഞ്ഞു പോകില്ല. ഞങ്ങൾ ഇതിനകത്ത് തന്നെ പ്രവേശിക്കും. ഇത് അദ്ദേഹത്തിൻ്റെ കുബുദ്ധിയാണ്. കാരണം നാളെ കേരളത്തിൽ ബജറ്റ് നടക്കുമ്പോൾ ആ ബജറ്റിൽ ജീവനക്കാരൻ്റെ ആവശ്യങ്ങളും അവകാശങ്ങളും അംഗീകരിക്കണമെന്നുകൊണ്ട് പ്രതിഷേധിക്കുവാൻ പോയ ഒരു സംഘത്തോടൊപ്പം വരാതെ ഇവിടെ ഓഫീസിൽ കയറി ഗുണ്ടകളെ ഉപയോഗിച്ച് ഓഫീസിൻ്റെ ഗേറ്റും അടച്ച് അകത്തിരിക്കുന്നത് ഞങ്ങളെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കാൻ കഴിയില്ല എന്ന അദ്ദേഹത്തിൻ്റെ കുബുദ്ധി തന്നെയാണ്. എന്താണ് ഈ ഷാജർ ഖാനോട് എന്തെങ്കിലും പ്രത്യേക? ജാഫർ ഖാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സംഘടനയിൽ ജനാധിപത്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ സർക്കാരിനോടും NGO യൂണിയനും ജോയിൻറ്റ് കൗൺസിലിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓടി നടന്ന് സർക്കാർ ജീവനക്കാരെ ഈ സംഘടനയിലേക്ക് ചേർത്തുകൊണ്ട് സർക്കാരിനെതിരെ സന്ധിയില്ലാതെ പ്രതികരിച്ചു പോകുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അനങ്ങാതിരിക്കുന്ന ഒരു പ്രസിഡന്റിന്, ഒരു ജനറൽ സെക്രട്ടറി ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ അത് കാണുന്നതിലുള്ള ബുദ്ധിമുട്ടും അലർജിയും അദ്ദേഹത്തിനുണ്ടായ വൈമനസ്യവുമാണ് അദ്ദേഹം പ്രസിഡന്റ്ഷിപ്പിലേക്ക് കടന്നു വരുന്നത് തടയുന്നത്. കാരണം പുതിയൊരു പ്രസിഡന്റ് വരുമ്പോൾ, കഴിവുള്ള ആൾ ആ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ തന്നേക്കാൾ മിടുക്കനായി പോകുമെന്നുള്ള സംശയമാണ് ഇദ്ദേഹത്തെ ഇതിലേക്കൊക്കെ വഴിതെളിച്ചിരിക്കുന്നത്. ജാഫർ ഖാനെ പ്രസിഡന്റ് ആക്കണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് ഇദ്ദേഹം പോയിരിക്കുന്നത്. ജാഫർ ഖാൻ നിലവിൽ പ്രസിഡന്റാണ്. കാരണം NGO അസോസിയേഷൻ സംസ്ഥാന കൗൺസിൽ ഭൂരിപക്ഷം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. ഈ കേരളത്തിലെ കൊല്ലം ജില്ലകളിലെ ഏറ്റവും സീനിയറായ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് C. അനിൽ ബാബു റിട്ടേണിംഗ് ഓഫീസറായിരുന്നു. അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ആ നടപടിക്രമത്തിൽ ജാഫർ ഖാനെ പ്രസിഡന്റാക്കുന്നവരെ അനുകൂലിക്കുന്നവർ കൈപൊക്കുവാൻ ആവശ്യപ്പെട്ടു. ആ ഹാളിലിരുന്ന ഭൂരിപക്ഷം കൗൺസിൽ അംഗങ്ങളും കൈപൊക്കുകയും ഇദ്ദേഹം ആ സമയത്ത് താഴെ പത്രസമ്മേളനം നടത്തുന്ന സാഹചര്യമുണ്ട്. അത് നിങ്ങൾക്ക് വീക്ഷിച്ചാൽ മനസ്സിലാകും. അന്നേരം ആ ചാനലിൽ എത്ര പേര് അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ഞങ്ങൾ നടത്തിയ പ്രകടനവും നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ സ്വാഭാവികമായും ഭൂരിപക്ഷം എവിടെയെന്ന് ഞങ്ങൾ പറയാതെ തന്നെ വിലയിരുത്തുവാൻ ഈ കേരള സമൂഹത്തിനും ഈ ജീവനക്കാർക്കും ജനത്തിനും കഴിയുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്തായാലും ഈ NGO അസോസിയേഷൻ്റെ പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചവറ ജയകുമാറിൻ്റെ കൂടി നമുക്ക് പ്രതികരണം തേടേണ്ടതുണ്ട്. കാരണം ഇരുഭാഗവും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. ഇന്നത്തെ ദിവസം പാണക്കാട് ഹാളിൽ കേരള NGO അസോസിയേഷൻ്റെ സംസ്ഥാന കൗൺസിൽ യോഗമാണ് വിളിച്ചു ചേർത്തിരുന്നത്. ആ യോഗം വിളിച്ചു ചേർത്തത് 50ാമത്തെ വർഷം ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ ഇതിൻ്റെ ബൈലായിൽ ചില ഭേദഗതികൾ വരുത്തണം എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ കൗൺസിൽ യോഗം വിളിച്ചത്. അത് വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ളതായിരുന്നു ഒരു ഭേദഗതി. പിന്നീട് കാലോചിതമായി ചില മാറ്റങ്ങൾ ഇതിൻ്റെ ഘടനാപരമായി വരുത്തുന്ന കാര്യവും നിരന്തരമായി സമവായ ചർച്ചകളിലൂടെ നടത്തി അത് ബൈലാ ഭേദഗതി വരുത്തുന്നതിന് വിളിച്ചു ചേർത്ത മീറ്റിംഗ് ആയിരുന്നു. ഇതിൽ നേരത്തെ ഒരു ഉപസമിതി ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വം നിയോഗിച്ചിരുന്നു. ആ ഉപസമിതി കുറേ കണ്ടെത്തലുകൾ നടത്തുകയും മാറ്റം വരുത്തേണ്ട മേഖലയിൽ മാറ്റം വരുത്തുന്നതിനായി എല്ലാവരുമായി ചർച്ച ചെയ്യുകയും ചെയ്തു.
സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ബൈലാ പ്രകാരമുള്ള 10K അനുസരിച്ചാണ് ഭാരവാഹികളെ നിശ്ചയിക്കുന്നത് സമവായ പ്രക്രിയയിലൂടെ. ആ സമവായ പ്രക്രിയ സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയിൽ ഞാൻ കൃത്യമായി നിർവഹിക്കുകയായിരുന്നു. അപ്പോൾ അത് എല്ലാവരുമായും ആലോചിച്ച് ഒരു സമവായം ഉണ്ടാക്കി തന്നെയാണ് നാളിതുവരെയും ഇത് മുമ്പോട്ട് പോയിട്ടുള്ളത്. അങ്ങനെയാണ് സർക്കാരിൽ അതിൻ്റെ രേഖകളൊക്കെ നൽകാറുള്ളത്. സംസ്ഥാന കൗൺസിൽ യോഗം വിളിച്ചാണ് ചെയ്യാറുള്ളത്. എല്ലാ തവണയും സംസ്ഥാന സമ്മേളനം നടന്ന് അങ്ങനെയാണ് ഭാരവാഹികളെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോഴുണ്ടായ കാര്യവും അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി അത് കൗൺസിലിനെ അറിയിച്ച് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ആ ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അത് ഈ പറയുന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടില്ല എന്ന് മനസ്സിലാക്കി കുറച്ച് പേരുമായി ചേർന്ന് ബോധപൂർവം അവിടെ വഴക്കുണ്ടാക്കിയായിരുന്നു. അത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവരും ആ കാര്യം വളരെ ഗൗരവമായി കണക്കിലെടുത്തിട്ടുണ്ട്. കേരള NGO അസോസിയേഷൻ ഏതാണ്ട് സംസ്ഥാനത്തെ 1 ലക്ഷത്തോളം വരുന്ന ജീവനക്കാരെ റെപ്രസെൻ്റ് ചെയ്യുന്ന സംഘടനയാണ്. ആ സംഘടനയ്ക്ക് എല്ലാ ജില്ലകളിലും ഓഫീസും അതിൻ്റെ സംവിധാനവുമുണ്ട്. അതൊക്കെ കേരളത്തിലെ മറ്റ് സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്ന പോലെ ചില സംവിധാനങ്ങളുടെ ഭാഗമാണ്. ആ സംവിധാനമെല്ലാം ഇത്തരം പ്രവൃത്തി ചെയ്ത ആളുകൾക്കെതിരെ കർശനമായ നടപടികളുമായി മുമ്പോട്ട് പോയിട്ടുണ്ട്. നിയമ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കും. ഇതിൻ്റെ പ്രോപ്പർട്ടിയുടെയൊക്കെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് സംസ്ഥാന പ്രസിഡൻ്റാണ്. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ഭാരവാഹികളും എല്ലാ ആളുകളും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലുണ്ട്. ഞങ്ങൾ ആ നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പോലീസിനും അത് മനസ്സിലായിട്ടുണ്ട്, മറ്റ് അധികാരികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവരതിൻ്റെ നടപടിക്രമം പൂർത്തിയാക്കും. സംഘടനയുടെ പ്രസിഡന്റ് ചവറ ജയകുമാർ പ്രസിഡൻ്റായിട്ടുള്ള സംഘടനയാണ്. ആ സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാണിത്. അവിടെ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഇന്ന് ഒരു തരത്തിലും തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല. ഞാൻ ഇറങ്ങിപ്പോയിട്ട് എൻ്റെ അധ്യക്ഷതയിലല്ലാതെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ബൈലാ 10K അനുസരിച്ച് സമവായ പട്ടികയിലൂടെയാണ് അവിടെ ഭാരവാഹിയെ നിശ്ചയിക്കേണ്ടത്. അതാണ് പിന്നെ അവരൊഴിവാക്കി എന്ന് പറയുന്നത്. അതെങ്ങനെ തരത്തിലാണ് അത് ചെയ്യാൻ പറ്റുന്നതെന്ന് അവരോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ യാതൊരു കാര്യവും കുറച്ച് പേരാരെങ്കിലും പറയുന്നത് കേട്ടുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതുമല്ല. ഇപ്പോൾ അവരുടെ പുറത്തുള്ളത് ഒരു 25 പേരിൽ താഴെയുള്ള ആളുകളാണ് ഈ വന്ന് നിൽക്കുന്നത്. ഇത് 1000-ലധികം വരുന്ന സംസ്ഥാന കൗൺസിൽ അംഗങ്ങളുള്ള സംഘടനയാണ്. അയാൾ നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും ഇവിടെ പ്രവേശിക്കാനോ എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുവാനോ ഒക്കെ ശ്രമിച്ചാൽ അത്തരം നടപടികൾ അയാൾക്കെതിരെ സ്വീകരിക്കേണ്ടതായി വരും. എല്ലാ വർഷവും സമ്മേളനം നടത്തുകയാണ്. അങ്ങനെ ഒരു കാലാവധിയില്ല. ഈ വർഷം സമ്മേളനം നടത്തി ഭാരവാഹികളെ പ്രഖ്യാപിക്കും. അടുത്ത വർഷവും സമ്മേളനം നടത്തി. ഓരോ വർഷമേ ഉള്ളൂ, 3 വർഷമല്ല, ഓരോ വർഷമാണുള്ളത്. അങ്ങനെയാണ് സംസ്ഥാനത്തെ എല്ലാ സർവീസ് സംഘടനകളും പ്രവർത്തിക്കുന്നത്. വർഷം തോറുമാണ് എല്ലാ വർഷവും നടന്നിട്ടുണ്ട്. എല്ലാ വർഷവും നടന്നു. അങ്ങനെ ഒന്ന് തെളിയിക്കാൻ പറ്റിയാൽ അവരത് തെളിയിക്കണം. അത് പിന്നിൽ വിമത പ്രവർത്തനങ്ങൾ നടത്തുന്ന ആരെങ്കിലും ആയിരിക്കും. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് തലയ്ക്ക് വെളിവുള്ള ആരും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അയാളെ അതിനകത്തുനിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംവിധാനം, ഇതിൻ്റെ നേതൃത്വം, പാർട്ടി സംവിധാനവും ഒക്കെ അവർക്കെതിരെ കർശനമായി നടപടിയെടുത്തിട്ടുണ്ട്. അവരെ അതിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. എല്ലാം പുറത്താക്കിയിട്ടുണ്ട്. സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നമ്മുടെ സംവിധാനവും അത് ഗൗരവമായിട്ട് ആലോചിച്ചിട്ടുണ്ട്. പുറത്താക്കിയിട്ടുണ്ട്. റിലീസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരു തർക്കത്തിൻ്റെയും ഒരു പ്രതിഫലനം അല്ലത്. ഇത് ഈ വ്യക്തി കുറേ നാളുകളായി പിന്തുടരുന്ന ശൈലിയാണ് ഇങ്ങനെ ഒരു കാര്യത്തിൽ അയാളെ കൊണ്ടെത്തിച്ചത്. അത് വ്യക്തിപരമാണ്, അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള കാര്യങ്ങളോ അതിനകത്ത്. അങ്ങനെ കൂടുതൽ ആളുകൾക്കെതിരെ നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം അതിനകത്തില്ല. എല്ലാവരും ആ ഒരു മെയിൻ സ്ട്രീമിൽ തന്നെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഒരാളുടെ പേരിലാണ് നടപടി എടുത്തിട്ടുള്ളത്. 2 പേര്, GS ഉമാശങ്കർ, വൈസ് പ്രസിഡൻ്റായിരുന്നു ഉമാശങ്കർ, 2 പേരുടെ പേരിലാണ് നടപടിയെടുത്തത്. ഷാജർ ഖാനെ അനുകൂലിക്കുന്നവർ പറയുന്നത് നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുന്നത് ഔദ്യോഗികമായാണ്, തക്കതായ രീതിയിലാണ് നടന്നിരിക്കുന്നത്. തങ്ങളെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നതുവരെ ഈ റോഡിൽ പ്രതിഷേധവുമായി നിലനിൽക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിലിനൊപ്പം
അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.